കുറച്ച് ദിവസമായിട്ട് ദിയ കൃഷ്ണയുടെ പെണ്ണ് കാണലും അതുപോലെ തന്നെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ പേരൻസിൻ്റെയും ഒരു ബിഹേവിയറും ഒക്കെ ഭയങ്കരമായിട്ട് മോശമാണെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ കുറച്ച് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദിയ കൃഷ്ണനെ അത്യാവശ്യം അതായത് കുറച്ച് ഫോളോ ചെയ്യണം, അതായത് അവരുടെ വീഡിയോ ഒക്കെ വൈറലായിട്ട് ഇവർ കുറേ ട്രോൾസ് ഒക്കെ വരുമ്പോൾ ആ വീഡിയോ പോയിരുന്നിട്ട് കാണുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അത് കുറച്ച് അസ്വാഭാവികത തോന്നി. അതായത് അവരുടെ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ദിയയുടെയും പെരുമാറ്റത്തിലും മിസ്റ്റർ കൃഷ്ണകുമാറും വൈഫും ഒക്കെ കുറച്ച് നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ആരും പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വെള്ളോട്ടിയും പോകുകയാണെങ്കിൽ നല്ല ഫുഡ് കിട്ടും, അതുപോലെ തന്നെ നല്ലോണം കഴിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പോകുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ പുറത്ത് പോയി കഴിക്കലും ഒന്നും ഒരു വലിയ ട്രെൻഡ് അല്ലാത്ത കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നാൽ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ഈവനിങ് സ്നാക്കായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദിയ കൃഷ്ണ ആയതുകൊണ്ട് തന്നെ അവളുടെ സ്വന്തം കല്യാണത്തിന് വരെ ഇപ്പോൾ അതേ ചെക്കൻ വരുവാണ്, ചെക്കൻ വന്നിട്ട് പൂമാല ഇടാൻ പോവുകയാണ്, ചെക്കൻ താലി കെട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ വ്ളോഗ് എടുക്കുകയാണെന്ന്, അതായത് അതും ചെയ്യും. അവരുടെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ എന്തായാലും വ്ളോഗ് എടുക്കായിരിക്കും. ചിലപ്പോൾ ഇവളും കൂടി ഇതേ ഈ കല്യാണം കഴിക്കാൻ പോവുകയാണ്, താലി കെട്ടുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ചിലപ്പം വ്ളോഗ് എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ, എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് റിയാക്ട് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ആൾക്കാർ കാണും, അതുപോലെ തന്നെ കമന്റ് ഇടും, റിയാക്ട് ചെയ്യും, ട്രോൾസ് വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കമന്റ് ഇടാൻ വരുന്നത് ഇപ്പം നിനക്കിപ്പോൾ എന്താ അടിയെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അവർ വീഡിയോ ഇട്ടു, നമ്മൾ കണ്ടു, അപ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ പറയുന്നു, അത് മാത്രം.